ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ കാനഡ പങ്കുചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിക്കൊപ്പം കാൻബെറയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. തങ്ങളുടെ സഖ്യകക്ഷികൾക്കൊപ്പം കാനഡ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായി ശക്തമായ പ്രതിരോധ ബന്ധമുള്ള നാറ്റോ അംഗമാണ് കാനഡ. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഈ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാർണി അഭിപ്രായപ്പെട്ടു. ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയോ ഇസ്രായേലോ കാനഡയെ മുൻകൂട്ടി അറിയിക്കുകയോ പങ്കുചേരാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ 15 വർഷമായി കാനഡയ്ക്ക് ഇറാനുമായി നയതന്ത്ര ബന്ധമില്ല. കഴിഞ്ഞ വർഷം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിനെ കാനഡ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനും യുദ്ധത്തിൽ പങ്കുചേരാനുള്ള സൂചനകൾ നൽകി. സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറാണ് പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. സൗദി അറേബ്യയെ ഇറാൻ ആക്രമിച്ചാൽ അത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒപ്പിട്ട നാറ്റോ മാതൃകയിലുള്ള പ്രതിരോധ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും പരസ്പരം സുരക്ഷാ സംരക്ഷണം ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്ന വ്യാഴാഴ്ച അതിരാവിലെ ഇസ്രായേലിന് നേരെ ഇറാൻ പുതിയ മിസൈൽ ആക്രമണം നടത്തി. ഇതോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറി. അതേസമയം ഇറാനെതിരായ വ്യോമാക്രമണം നിയന്ത്രിക്കാനുള്ള നീക്കം US സെനറ്റിൽ പരാജയപ്പെട്ടു. ഇതോടെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ അധികാരം ലഭിച്ചു. അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായ ഐറിസ് ദേന എന്ന തങ്ങളുടെ കപ്പലിനെ മുന്നറിയിപ്പില്ലാതെ US ആക്രമിച്ചതായി ഇറാൻ പറഞ്ഞു. എന്നാൽ ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 25 വരെ മാത്രമാണ് കപ്പലും അതിലെ ജീവനക്കാരും ഇന്ത്യൻ അതിഥികളായി ഉണ്ടായിരുന്നതെന്ന് ഇന്ത്യൻ വൃത്തങ്ങൾ പറയുന്നു. മാർച്ച് 4 ബുധനാഴ്ച അന്താരാഷ്ട്ര മേഖലയിൽ വെച്ചാണ് ഐറിസ് ദേനയെ വിർജീനിയ ക്ലാസ് SSN ആക്രമിച്ചത്. 87 നാവികർ മരിച്ചുവെന്നും 32 പേരെ രക്ഷപ്പെടുത്തി ഗാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും ശ്രീലങ്കൻ അധികൃതർ പറഞ്ഞു. ഐറിസ് ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയാണെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഫെബ്രുവരി 28 യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം കപ്പൽ ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇന്ത്യൻ അധികൃതർ അറിയിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 25 വരെ വിശാഖപട്ടണത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ ദേന പങ്കെടുത്തു. ശേഷം തിരിച്ചു മടങ്ങി. ഫെബ്രുവരി 28 ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണം നടന്നത്. ഫെബ്രുവരി 25 വെള്ളിയാഴ്ച പുറപ്പെട്ടതിനു ശേഷം കപ്പൽ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തായിരുന്നുവെന്നും അന്താരാഷ്ട്ര മേഖലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇറാന്റെ മറ്റൊരു കപ്പൽ കൂടി ആക്രമണ ഭീതിയിലായിരിക്കുകയാണ്. കൊളംബോ തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന ഇറാന്റെ ബുഷേഹർ എന്ന സൈനിക ടാങ്കറാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനെയും അമേരിക്ക ആക്രമിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഐറിസ് ദേന മാത്രമല്ല ഇറാന്റെ 20ഓളം നാവിക കപ്പലുകൾ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.